എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളും അവ നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പത്തെ അധ്യായത്തിൽ പല ദേവീദേവന്മാരുടെയും പ്രധാനപ്പെട്ട വഴിപാടുകളും അവയുടെ ഗുണഫലങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. കാണാത്തവർ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സുബ്രഹ്മണ്യ സ്വാമിയുടെ ഓരോ വഴിപാടുകളും അവയുടെ ഗുണഫലങ്ങളും പങ്കുവെക്കാം. നമ്മുടെ പാപശമനത്തിനായിട്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് മുല്ലപ്പൂവിനാൽ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. ശത്രുനാശത്തിനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്ര നടയിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. അതിനോടൊപ്പം തന്നെ ശത്രുദോഷ ശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ത്രിമധുരം നേദിച്ച് പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ടും രോഗദുരിത ശമനത്തിനായിട്ടും ചെയ്യേണ്ട വഴിപാട് കാവടി വഴിപാടാണ്. അടുത്തതായിട്ട് നമ്മുടെ അലച്ചിലുകളൊക്കെ തന്നെ മാറുവാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. അടുത്തതായിട്ട് കുടുംബത്തിലുള്ള വിള്ളലുകൾ അഥവാ കുടുംബത്തിലെ സ്വൈര്യക്കേട്, വഴക്കുകൾ, കലഹം എന്നിവ മാറുവാൻ വേണ്ടിയും ഗ്രഹസൗഖ്യം ഉണ്ടാകുവാൻ വേണ്ടിയും അതിനോടൊപ്പം തന്നെ തൊഴിൽപരമായ ഉന്നതിക്കും വേണ്ടി പഞ്ചാമൃത അഭിഷേകം നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. ദാമ്പത്യ സൗഖ്യത്തിനായിട്ടും ദാമ്പത്യ സുഖത്തിനായിട്ടും സുബ്രഹ്മണ്യ സ്വാമിക്ക് താമരമാല സമർപ്പിച്ചാൽ മതിയാകും. അടുത്തതായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാവിജയത്തിനായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാൽ നിവേദ്യം കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. അടുത്തതായിട്ട് കടബാധ്യതകൾ മാറുവാനും കടങ്ങളൊക്കെ തന്നെയും വീട്ടുവാൻ വേണ്ടി നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. അടുത്തതായിട്ട് പാപശമനത്തിനും പാപദോഷത്തിനുമായിട്ട് നടത്താവുന്ന വഴിപാടാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെള്ള നിവേദ്യം നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. അടുത്തത് മരണഭയം അകറ്റുവാനും അല്ലെങ്കിൽ മരണഭയം അകലുവാനും രോഗശാന്തി ലഭിക്കുവാനും വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെറുനാരങ്ങാ നീര് കൊണ്ട് അഭിഷേകം നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. അടുത്തതായിട്ട് ദാരിദ്ര്യ ദുഃഖ ശമനത്തിനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീര് കൊണ്ട് അഭിഷേകം നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്കിപ്പോൾ ഏത് വഴിപാടാണോ നടത്തേണ്ടത് ആ വഴിപാട് നടത്തുന്നതിൻ്റെ തലേ ദിവസം തിരുമേനിയെ പോയി കണ്ട് നടത്തേണ്ടത് ഏത് വഴിപാടാണോ അതിനെക്കുറിച്ച് പറയുക. കാരണം ചില വഴിപാടുകളൊക്കെ തലേ ദിവസം പറഞ്ഞാൽ മാത്രമേ തിരുമേനിക്ക് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നടത്തി വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഭിഷേകങ്ങളൊക്കെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വഴിപാടുകളിൽ നിങ്ങൾക്ക് ഏത് വഴിപാടാണോ നടത്തേണ്ടത് അല്ലെങ്കിൽ ഏത് കാര്യമാണോ സാധിക്കേണ്ടത് അതിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ വിശ്വാസമുള്ളവർ മാത്രം പോയി നടത്തുക, അല്ലാത്തവർ നടത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.